അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തൊഴിൽ നഷ്ടപ്പെട്ടോ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചോ നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പ്രവാസികാര്യ വകുപ്പിന്റെ കീഴിൽ നിന്നും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ലോൺ കിട്ടാനുള്ള അർഹതയുണ്ട്. 20 ലക്ഷം രൂപ വായ്പാ തുക 10% സബ്സിഡി നിരക്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയവർക്ക് ലഭ്യമാകാനുള്ള അവസരമുണ്ട്. 2 വർഷമെങ്കിലും ചുരുങ്ങിയത് വിദേശത്ത് തൊഴിൽ ചെയ്ത് മടങ്ങിയെത്തിയ വ്യക്തികൾക്കാണ് ഈ ലോണിന് അപേക്ഷിക്കുവാനുള്ള അർഹതയുള്ളത്. അത് വ്യക്തികൾക്കോ വ്യക്തികളുടെ പങ്കാളിത്തത്തിൽ രൂപീകരിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾക്കോ അതിന്റെ പേരിലോ ഈ ലോണിന് അപേക്ഷിക്കാം. ഏതൊക്കെ ബിസിനസ് സംരംഭങ്ങൾക്കാണ് ഇത്തരം വായ്പ ലഭിക്കുന്നത്? ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഹോം സ്റ്റേ, ടാക്സി തുടങ്ങി സേവന മേഖലയിലും അതുപോലെ തന്നെ റീറ്റെയിൽ, ട്രേഡിംഗ്, ഏജൻസി തുടങ്ങിയ ബിസിനസ് സംരംഭങ്ങൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ചെറുകിട നിർമ്മാണ മേഖലകൾ, അതായത് IT ഹാർഡ്വെയർ, റൈസ് ഫ്ലോർ ഷോപ്പ്, ഫർണിച്ചർ നിർമ്മാണ മേഖല തുടങ്ങിയ നിർമ്മാണ സംരംഭങ്ങൾക്കും ഈ വായ്പയ്ക്ക് അർഹതയുണ്ട്. കൃഷി സംബന്ധമായ മേഖലയിലും ഈ ലോണിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അതായത് കന്നുകാലി വളർത്തൽ, തേനീച്ച വളർത്തൽ, മത്സ്യകൃഷി, നെൽകൃഷി തുടങ്ങിയ കൃഷി സംബന്ധമായ വിവിധ സംരംഭങ്ങൾക്കും ഈ ലോൺ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ ലഭ്യമാക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? അനുയോജ്യമായ ഒരു സ്വയം തൊഴിൽ മേഖല ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ പടി. വ്യക്തികൾക്കോ അത് ഒരുമിച്ചോ ഒറ്റയ്ക്കോ ചെയ്യാം. അതിനുവേണ്ടി അനുയോജ്യമായ ഒരു പദ്ധതി രേഖ പഠിച്ച് സമർപ്പിക്കണം. ഇതിനു വേണ്ടിയുള്ള സഹായ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. കൃഷി സംബന്ധമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അതാത് ജില്ലാ കൃഷി ഓഫീസറുടെ നിന്നും, ചെറുകിട വ്യവസായമാണെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ആർക്കൊക്കെ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാം? പദ്ധതി റിപ്പോർട്ടും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ലഭ്യമായാൽ നോർക്കയിൽ നിന്നും അപേക്ഷാ ഫോറം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നമുക്ക് സമർപ്പിക്കാം. കൃത്യമായി ഓർക്കേണ്ട കാര്യം, നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഈ ലോണിന് അപേക്ഷിക്കുവാനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഈ വേദിയിൽ പലവരും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായി എല്ലാവരും നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുക.